കേരളം മുഴുവനും ഇന്ത്യയിലെ അനേകം സംസ്ഥാനങ്ങളിലും ഭാരതത്തിനു വെളിയിൽ 2 ഡസനിൽ പരം ധ്യാനങ്ങളും നടത്തിയിട്ടുള്ള ബ്രദർ സാബു ഇവിടെ സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛനോടൊപ്പം വചന ശുശ്രൂഷയിൽ സഹായിക്കുന്നു. സെഹിയോനിലേക്കൊരു യാത്ര. എന്റെ പേര് ഷനോ. ആദ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ആദ്യം ഒരു മുഴ ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഇടി ഉണ്ടായിരുന്നു, കുലുക്കമുണ്ടായിരുന്നു. അത് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അവിടെ മുഴയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ ഇവിടുത്തെ മുഴയുടെ പകുതി പോയി. എന്നിട്ട് ഇവിടെ കുറച്ച് കഴിഞ്ഞ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് അതിന്റെ പകുതിയും ഒരുപാട് കുറഞ്ഞു. പിന്നെ എന്റെ ഇവിടെ ഒരു മുഴ ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന് ഒരാഴ്ച മുന്നേ ഇവിടെ ഒരു വലിയൊരു മുഴ ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പം തീർച്ചയായും ഈശോയെ നന്ദി. ഈ സഹോദരൻ ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ ശരീരത്തിൽ 3 മുഴകള്, കഴുത്തിന്റെ ഈ സൈഡിലും ഈ സൈഡിലും കയ്യിലും ഒരു മുഴ. ധ്യാനത്തിന് വരുന്നതിന് തീരുമാനം എടുക്കുന്ന മുമ്പ് ഒരു മുഴയും ഉദരത്തിന്റെ സൈഡിലും മുഴ. കർത്താവ് ധ്യാനത്തിന് തീരുമാനം എടുത്തപ്പോൾ തന്നെ ഉദരത്തിന്റെ ഭാഗത്തുള്ള മുഴ സുഖപ്പെടുത്തി കൊടുത്തു. ഈ ധ്യാനത്തിൽ വന്ന് ആദ്യത്തെ ആരാധന ദിവസം തന്നെ കഴുത്തിലെ ഈ ഭാഗത്തുള്ള മുഴ സുഖപ്പെടുത്തി. ഈ മുഴ എന്റെ കർത്താവ് സുഖപ്പെടുത്തി എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഈ ഭാഗത്തുള്ള മുഴയുടെ പകുതിയും കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും തുടർന്നുള്ള ദിവസം ആരാധന നടത്തി. ഇപ്പോൾ ഈ ഭാഗത്തുള്ള മുഴ ഒരു 90% വിട്ടുപോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രകടമായി അത്ഭുതം ചെയ്ത് ഈ മകന് തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. ഇതുപോലെ ഉന്തി നിൽക്കണം, ഇത് തൊട്ടാലും താന്നു പോകുന്നില്ല. ശരിക്കും ഇങ്ങനെ ഉന്തി നിൽക്കുന്ന മുഴയാണ്. കണ്ടില്ലേ? ഹല്ലേലൂയ. ഇതുപോലത്തെ മുഴകളാണ് കഴുത്തിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ കയ്യിലത്തെ മുഴ മാത്രമേ ഇനി പോകാനുള്ളൂ. അതും കർത്താവ് സുഖപ്പെടുത്തും. ഈ കഴുത്തിലെ മുഴ ഇതിനേക്കാൾ വലുതായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇരുന്ന് മുഴയാണ്, അതാണ് കാണാനില്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഫ്രാൻസിസ് കല്ലാനോടാണ് വീട്. എന്റെ കയ്യിൽ ഒരു 25 കൊല്ലമായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു. 25 വർഷമുള്ള മുഴ. ഇന്നലെ മുതൽ അതിന് കുറഞ്ഞു. ഇന്നിപ്പോ തീരെ ഇല്ലെന്നായി. നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉണ്ടായിരുന്ന മുഴയുള്ള കൈയുടെ ഭാഗം ഇപ്പൊ സാധാരണ പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 25 വർഷമുള്ള മുഴ കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. കൈയടിച്ച് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. സെഹിയോനിലേക്കൊരു യാത്ര. പാലക്കാട് ടൗൺ ഹാൾ കോയമ്പത്തൂർ ശുശ്രൂഷകൾ. ദീർഘദൂരം യാത്ര ചെയ്ത് അട്ടപ്പാടിയിലെത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കായി സെഹിയോൻ ടീം എല്ലാ 3-ാം ഞായറാഴ്ചകളിലും പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 150 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ടൗൺ ഹാൾ അനക്സിൽ വെച്ച് രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ സേവ്യർ അച്ഛന്റെ നേതൃത്വത്തിൽ ശുശ്രൂഷകൾ നടത്തുന്നു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഗാന്ധിപുരം പള്ളിയിൽ മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ രാത്രി 8:30 വരെ ഇതുപോലുള്ള ശുശ്രൂഷകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സെഹിയോനിലേക്കൊരു യാത്ര. പേര് തങ്കച്ചൻ, ചെമ്പുകടവ്. എന്റെ കൈക്ക് 4-5 മാസമായിട്ട് കൈ തളർന്നു പോയതായിരുന്നു. കുറച്ച് മരുന്നൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ വരുമ്പം ഒരു ഗ്ലാസ് പോലും എടുക്കത്തില്ലായിരുന്നു. ഇപ്പം
ശരിയായി, ശരിക്കും മടക്കാറായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കൈ ഇങ്ങനെ തിരിക്കാനും മടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളായിരുന്ന കൈയായിരുന്നോ? ഇപ്പൊ ശരിക്കും തിരിക്ക് നന്നായിട്ട്. ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ എന്റെ കൂട്ടത്തിൽ വന്ന പിള്ളേരെ എടുത്താന്ന്. ഈ കസേര ഒന്ന് എടുക്കാവോ? യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റാത്ത വിധം കൈ ബുദ്ധിമുട്ടുള്ള കൈയായിരുന്നു. ഇപ്പൊ ഇതുപോലെ 2-3 കസേര ഒറ്റയടിക്ക് പൊക്കിയെടുക്കാന്നാണ് പറയണത്. കൈ അടിച്ച് കർത്താവിന് കുളിക്കാൻ പോയപ്പോ ഞാൻ ഒരു ബക്കറ്റ് പൊക്കി നോക്കിയതാ. ഇപ്പൊ കുളിക്കാൻ പോയപ്പോ ഒരു ബക്കറ്റ് വെള്ളം ഞാൻ പൊക്കി നോക്കി. ഇവിടെ കുളിക്കാൻ നേരത്ത് ഒരു ബക്കറ്റ് വെള്ളം ഈ കൈ കൊണ്ട് പൊക്കി നോക്കി. അപ്പോഴും കുഴപ്പമില്ല, ഈ കൈ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം പോലും പൊക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. കൈയടിച്ച് സന്തോഷത്തോടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. അഭിഷേകാഗ്നി. ഏപ്രിൽ 3-ാം തീയതി സെഹിയോനിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിനമായിരുന്നു. അന്നേ ദിവസം സെഹിയോൻ ടെലിവിഷന്റെ ഉദ്ഘാടനം അഭിവന്ദ്യ മാർ ജേക്കബ് മനത്തോടത്തെ പിതാവ് ദീപം തെളിയിച്ച് നിർവഹിച്ചു. എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30 മുതൽ 9 വരെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഷാലോം ചാനലിലൂടെ നിങ്ങൾക്കു ലഭിക്കുന്നു. സേവ്യർ ഖാൻ അച്ഛന്റെ വചനപ്രഘോഷണം. അത് ആദരങ്ങൾ കൊണ്ട് ഉറക്കെ പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ വചനങ്ങൾ ഈ കാര്യം സാക്ഷിക്കുന്നു. വിടുതൽ ശുശ്രൂഷകൾ, വിട്ടുപോകുക. സൗഖ്യ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രോഗികൾ അഭിഷേകാഗ്നി ജനഹൃദയങ്ങളെ കീഴടക്കി കഴിഞ്ഞു. ഇവയിലൂടെ അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കുന്നു. പെരുമഴ പോ